ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 4x4 സൈസിൻ്റെ മിനി ഫ്രെയിം എങ്ങനെ വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാമെന്നാണ്. എഡിറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്നത് ക്യാൻവ എന്ന ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. അടുത്തതായി അതിൻ്റെ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലായി കസ്റ്റം സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് 4x4 സൈസിൻ്റെ മിനി ഫ്രെയിമാണ്. അപ്പോൾ വിഡ്ത്തിൻ്റെ ഭാഗത്ത് 4 എന്നും ഹൈറ്റിൻ്റെ ഭാഗത്ത് 4 എന്നും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. യൂണിറ്റ്സ് PX എന്നുള്ളത് ഇൻ ആക്കുക. ഇൻ സെലക്ട് ചെയ്യുമ്പോൾ വിഡ്ത്തും ഹൈറ്റും 0.042 ആവും. അത് ഡിലീറ്റ് ചെയ്ത് പഴയതുപോലെ 4x4 ആക്കി കൊടുക്കുക. ഇത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആവും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഏറ്റവും താഴെയായി ഡിസൈൻസ്, എലിമെൻറ്റ്സ്, ഫോണ്ട്, ഗാലറി തുടങ്ങി കുറച്ച് ഓപ്ഷൻസ് കാണും. അതിൽ ഡിസൈൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെർച്ച് ബാറിൽ പോയി എന്ത് ബാക്ക്ഗ്രൗണ്ടാണോ നമുക്ക് ചെയ്യേണ്ടത് അത് സെർച്ച് ചെയ്യാം. എക്സാമ്പിൾ, ഞാനിവിടെ ഹാപ്പി ബർത്ത്ഡേ ടെംപ്ലേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് സെർച്ച് കൊടുക്കുക. ഇതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ബർത്ത്ഡേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന പേജിലാണ് ഇത് അപ്ലോഡ് ആവുന്നത്. ഗൈസ്, ഞാൻ ഈ ഒരു ബർത്ത്ഡേ ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന പേജിലേക്കാണ് അപ്ലോഡ് ആവുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിലുള്ള ഫോട്ടോ ചേഞ്ച് ചെയ്ത് നമുക്ക് കസ്റ്റമർ ഏത് ഫോട്ടോ ആണോ അയച്ചു തരുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കിയാൽ, ഫോട്ടോ ചേഞ്ച് ചെയ്യാനായി നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിൽ പ്ലസ് ഐക്കണും ഒരു ഡിലീറ്റ് ഓപ്ഷനും കാണും. അതിൽ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യും. ദെൻ ഗാലറിയിൽ പോയി നമുക്ക് ഏത് ഫോട്ടോ ആണോ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക.
ലാസ്റ്റ് വൺ സേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാൽ മുകളിൽ കാണുന്ന ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്.